So, normal distribution problem. This is the first question. Suppose the diameter at breast height of trees of a certain type is normally distributed with mean. Mean is given. അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന ഇതേ രീതിയിൽ തന്നെ ആയിരിക്കും നിങ്ങൾ എക്സാമിന് പ്രോബ്ലം ചെയ്യും. പ്രോബ്ലം വായിച്ചു തരുമ്പോൾ തന്നെ ഇത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ വി നീഡ് ടു ഹാവ് ഇറ്റ്സ് മീൻ mu is equal to 8.8 and standard deviation is also given, that is 2.8 as suggested in the article. Okay, ഇത് ഏതൊരു റിസർച്ച് പേപ്പറിന്റെ ഭാഗമാണ്. And here is a question: what is the probability that the diameter of a randomly selected tree will be at least 10 inches and will exceed 10 inches? Okay, so let x be the random variable. നമ്മൾ x എന്ന് പറയുന്നതാണ് നമ്മുടെ random variable എന്ന് വിളിക്കാം. Okay, this is the diameter and this one is a തീർച്ചയായിട്ടും ഒരു റാൻഡം വേരിയബിൾ ആയിരിക്കും അല്ലേ. ഇതൊരു ഡയമീറ്റർ ആണ്. ഡയമീറ്റർ എന്ന് പറയുന്ന ഒരു റാൻഡം വേരിയബിൾ ആയിരിക്കും. ആൻഡ് അപ്പോൾ ഇതൊരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇതിന്റെ മീൻ 8.8 ആണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ദിസ് ഈസ് നോട്ട് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ മീൻ എപ്പോഴും 0യും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എപ്പോഴും 1ഉം ആയിരിക്കും. അപ്പോൾ ഇത് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അല്ല. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന എക്സ് എന്ന് പറയുന്ന ഈ നോർമൽ ഡിസ്ട്രിബ്യൂട്ടഡ് വേരിയബിളിനെ ഒരു സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ കൊടുക്കുന്ന സ്റ്റാൻഡേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് ഓൾവേസ് z is equal to x minus mu by sigma. ഇതാണ് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ z is equal to x minus 8.8 by 2.8 എന്ന് കിട്ടും. റൈറ്റ്, അപ്പോൾ ഇതാണ് z എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് വേരിയബിൾ, സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ z എന്ന് പറയുന്ന വേരിയബിൾ ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. അത് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. മീൻ 0യും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1ഉം ഉള്ള ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഫോളോ ചെയ്യുക. Okay, now see the first question. What is the probability that the diameter of a randomly selected tree, so diameter x be at least 10? That means x is greater than 10. അതല്ല എൻ്റെ question. At least 10 എന്ന് വെച്ചാൽ മിനിമം 10 എങ്കിലും ആവണം. ബാക്കി എല്ലാ വാല്യൂം 10ൽ കൂടുതലാവണം. Right? അപ്പോൾ this is the answer of the first question. So our question is to find p of x is greater than 10. Right? അപ്പോൾ ഈ പ്രോബ്ലത്തിനെ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇസഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. റൈറ്റ്, സോ പ്രോബബിലിറ്റി ദാറ്റ് ഇസഡ് ഈസ് ഗ്രേറ്റർ ദാൻ, ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്? 10 ആണ്. ഇവിടുത്തെ എക്സിന്റെ വാല്യൂ 10 ആണ് അല്ലേ. അപ്പോൾ ഇസഡിന്റെ കറസ്പോണ്ടിങ് വാല്യൂ എന്ന് പറയുന്നത് ഏതായിട്ടാണ് വരിക? ഇസഡ് നമ്മളിങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുക, x minus 8.8 by 2.8. അപ്പോൾ ഇവിടെ എക്സിന് 10 കൊടുത്താൽ മതി. സോ 10 minus 8.8 by 2.8. സോ ഇറ്റ്സ് 10 minus 8.8 by 2.8 എന്ന് കിട്ടും. When you simplify that, you will get p of z is greater than 10 minus 8.8 by 2.8. You will get 0.429. ഇങ്ങനെ ഒരു വാല്യൂ ആണ് കിട്ടുക. ഇതിൽ 2 ഡെസിമലേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. 2 ഡെസിമലേ നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 0.43 എന്ന് അപ്രോക്സിമേറ്റ് ചെയ്താൽ കുഴപ്പമില്ല. സോ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0.43. അപ്പോൾ ഈ പ്രോബബിലിറ്റി ആണ് നമുക്ക് ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സ്റ്റാൻഡേർഡ് നോർമൽ കർവ് വരയ്ക്കാം. ഇതാണ് സ്റ്റാൻഡേർഡ് നോർമൽ കർവ് എന്ന് പറയാം. പിന്നെ അത് 0.43 എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റ് ഉണ്ടാവും, 0.43. ഇസഡ് ഈസ് ഗ്രേറ്റർ ദാൻ 0.43 എന്ന് പറഞ്ഞാൽ 0.43ക്ക് മുകളിലേക്കുള്ള ഇതിന്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. റൈറ്റ്, ദ ഏരിയ ഓഫ് ദിസ് പാർട്ട് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഏരിയ കണ്ടുപിടിക്കാൻ ആക്ച്വലി ടോട്ടൽ ഏരിയയിൽ നിന്നും -∞ മുതൽ ഇവിടം വരെയുള്ള ഏരിയ കുറച്ചാൽ മതിയോ? റൈറ്റ്, അത് കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. സോ 1 മൈനസ് പ്രോബബിലിറ്റി ദാറ്റ് ഇസഡ് ഈസ് ലെസ് ദാൻ 0.43. അപ്പോൾ ഇസഡ് ഈസ് ലെസ് ദാൻ 0.43 എന്ന് പറയുന്നതാണ് ഫൈ ഓഫ് 0.43. ഈ വാല്യൂ ആണ് നമുക്ക് ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കാൻ. റൈറ്റ്, 1 മൈനസ് ഫൈ ഓഫ് 0.43. അപ്പോൾ ഇത് നമുക്ക് ടേബിളിൽ നിന്ന് കണ്ടു. 0.43ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് 0.6664 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 മൈനസ് 0.6664 കിട്ടും. അത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0.3336 എന്ന് കിട്ടും. അതാണ് ഫസ്റ്റ് വണ്ണിൻ്റെ ആൻസർ. റൈറ്റ്, നൗ ഓക്കെ, വൺ മോർ പാർട്ട് ഈസ് വിൽ എക്സീഡ് 10 inches. രണ്ടും സെയിം തന്നെയാണല്ലേ. 10 inches കൂടുക എന്ന് പറയുന്നത്
അറ്റ്ലീസ്റ്റ് 10 എന്ന് പറയുന്നത് സെയിം കോൺസെപ്റ്റ് തന്നെയാണ്, റൈറ്റ്? അപ്പോൾ അത് തന്നെയാണ്, അത് സെപ്പറേറ്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ബോത്ത് ആർ സെയിം. Okay. Now second part, what is the probability that the diameter of a randomly selected tree will exceed 20 inches? Okay, 20 inches കൂടാനുള്ള probability. Okay, so the same criteria ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നേ, probability x is just greater than 20. ഇതേ രീതിയിൽ തന്നെ കണ്ടുപിടിക്കുക. So probability that z is greater than 20 minus 8.8 by 2.8 എന്ന് കിട്ടും, and which is equal to 20 minus 8.8 by 2.8 is going to be 4, and this probability is going to be P of z is greater than 4, same as 1 minus P of z is less than 4, right? P of z is less than 4. ഈ 4 എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് നമുക്ക് 4 വരെയുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 തന്നെ ആയിരിക്കും. ഓക്കെ, 4 ഇവിടെ 4 ഒക്കെ ആകുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് യു വിൽ ഗെറ്റ് 1. Okay, so that probability is approximately 1 minus 1, so approximately that is going to be 0. Okay, എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 inches ഉള്ള 20 diameter ഉള്ള ട്രീസ് എന്ന് പറയുന്നത് ഉണ്ടാവാനുള്ള സാധ്യത നില്ലാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളൊരു സാധ്യതയെ ഉണ്ടാവില്ല എന്നാണ് ഇത് നമ്മളോട് പറയാം. ഓക്കെ, ഓൾമോസ്റ്റ് ദാറ്റ് പ്രോബബിലിറ്റി ഈസ് 0. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. What is the probability that the diameter of the randomly selected tree will be between 5 and 10? 5-ന്റെയും 10-ന്റെയും ഇടയ്ക്കാനുള്ള പ്രോബിലിറ്റി എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഈ പാർട്ട്, സോ അതിനെ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് കൺവേർട്ട് ചെയ്യുക. സോ പ്രോബിലിറ്റി ദാറ്റ് 5 വരുമ്പോൾ 5 മൈനസ് 8.8 by 2.8 is less than z, is less than 10. 10 minus 8.8 by 2.8. ഓക്കെ, ഇത് സിംപ്ലിഫൈ അല്ലേ. അപ്പോൾ ഇതിന്റെ പ്രോബിലിറ്റി കണ്ടുപിടിക്കാൻ എപ്പോഴും നമ്മൾ ഇതിന്റെ അപ്പർ ലിമിറ്റ് അല്ലെ, എപ്പോഴും ഒരു ഇന്റർവെൽ പ്രോബിലിറ്റി ആണ് വരുന്നതെങ്കിൽ ഇതിന്റെ ടേബിൾ വാല്യൂ മൈനസ് ഇതിന്റെ ടേബിൾ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ദിസ് ഈസ് വാട്ട് ദി കർവ് and we have 0.43 here and negative 1.36 is here. അപ്പോൾ ഈ ഏരിയ കണ്ടുപിടിക്കേണ്ടത്, അപ്പോൾ മൈനസ് ഇൻഫിനിറ്റി മുതൽ 0.43 വരെയുള്ള പ്രോബബിലിറ്റിയിൽ നിന്നും ഈ -1.34 വരെയുള്ള ടോട്ടൽ പ്രോബിലിറ്റി കുറച്ചാൽ മതി. സോ ദാറ്റ് ഈസ് 5 ഓഫ് 0.43 മൈനസ് 5 ഓഫ് -1.36. ഓക്കെ, ഇതാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 0.43യുടെ ടേബിൾ വാല്യൂ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടതാണ് 0.6664. നെഗറ്റീവ് 1.36ന്റെ ടേബിൾ വാല്യൂ നെഗറ്റീവ് 1.36 and that is 0.0869. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് 5795 എന്നാണ് കിട്ടുക. 0.5795, and this is the answer. Okay, question number D. What value C is such that the interval 8.8 minus C to 8.8 plus C includes 98% of all diameter values? Okay, അതായത് ഈ 8.8 എന്ന് പറയുന്നത് ആക്ച്വലി യു ക്യാൻ ഒബ്സർവ് ദാറ്റ് ദിസ് ഈസ് ദ മീൻ ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ 8.8. ഓക്കെ, ഇത് മീൻ ആണ്. ആൻഡ് C, ഈ C ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 88 പോയിന്റ് മൈനസ് C മുതൽ 88 പ്ലസ് C വരെയുള്ള വാല്യൂസ്, അത് ഏതോ ഒരു സിക്ക്, അപ്പോൾ അത്രയും ടോട്ടൽ ഈ പ്രോബിലിറ്റി, അത് പ്രോബബിലിറ്റി ദാറ്റ് ദിസ് വാല്യൂ അല്ലെ, പ്രോബിലിറ്റി ഓഫ് ദിസ് ഇന്റർവൽ മസ്റ്റ് ബി ലൈക്ക് 0.98. അപ്പോൾ ആ C ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അത് മാത്തമാറ്റിക്കലി എഴുതുമ്പോൾ ഇതാണ് പ്രോബബിലിറ്റി ദാറ്റ് 8.8 മൈനസ് C is less than x is less than 8.8 plus C. ഈ പ്രോബബിലിറ്റി നമുക്ക് 0.98 എന്നാണ് തന്നിരിക്കുക. അപ്പോൾ ഇത് ഏത് സിക്കാണ് ഇത് ശരിയാവുക എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഏത് സിക്കാണ് ഈ പ്രോബബിലിറ്റി ശരിയാവുക എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് വെറുതെ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിന് നമുക്ക് ഇതിനെ, ഈ പോർഷനെയും നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെയും നമ്മൾ ഇസഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇതിനെ നമ്മൾ ഇസഡിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ 8.8 മൈനസ് C എന്ന് കൊടുക്കുക. അതായത് 8.8 മൈനസ് C minus 8.8 by 2.8, right, is less than Z
is less than, now 8.8 plus C minus 8.8 by 2.8. ഇത് നമ്മൾ ഇസഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെ കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ 0.98 എന്ന് കിട്ടും. ഓക്കെ, നേരത്തെ ഉള്ള കേസുകളിലൊക്കെ നമ്മൾ 5ഉം 10ഉം ഒക്കെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പോൾ ഇൻ പ്ലേസ് ഓഫ് 5 now we have 8.8 minus C and in place of 10 we have 8.8 plus C. അത്രയും ഉള്ള വ്യത്യാസം. അപ്പോൾ ഇവിടെ you can observe that this 8.8 will be cancelled. See, this is what you will get, right? And now it becomes like probability that minus C by 2.8 less than Z, it's less than C by 2.8. Okay, which is equal to 0.98. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിനകത്തുള്ള ഒരു വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് C by 2.8 is a quantity somewhere on the positive side and this is C by 2.8. Okay, so just negative of that value is C, negative C by 2.8. Right? ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഈ പ്രോബിലിറ്റി എന്ന് പറയുന്നത് 0.98 ആണ്. റൈറ്റ്, ഈ പ്രോബിലിറ്റി എന്ന് പറയുന്നത് 0.9, ടോട്ടൽ പ്രോബിലിറ്റി എന്ന് പറയുന്നത് 0.98 ആണ്. 0.98 ആണ്. റൈറ്റ്, അപ്പോൾ ഇവിടെ ഇതിന്റെ നേരെ പകുതി ഏരിയ നമ്മൾ കാണുന്നു എന്ന് വിചാരിക്കാം. ഇതിന്റെ ജസ്റ്റ് ഹാഫ്, നേരെ പകുതി ഏരിയ എടുക്കുന്നു എന്ന് വിചാരിക്കാം. ഇത് നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ 0.98/2 0.98/2 എന്ന് പറയുമ്പോൾ 0.49 എന്ന് കിട്ടും. റൈറ്റ്, അപ്പോൾ ഇവിടെ ഞാൻ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ പോർഷൻ ഉണ്ടല്ലോ, ഇത് ഈ ഏരിയ എന്ന് പറയുന്നത് 0.49 ആണ്. റൈറ്റ്, നേരെ പകുതിയാണ്. ഈ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ആലോചിക്കാം. ഈ ഏരിയ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ഏരിയ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് the same as it's like probability that 0 less than Z less than C by 2.8. ശരിയല്ലേ? ഈ ഏരിയ എന്ന് പറയുന്നതാണ് 0.49. 0 മുതൽ ഇവിടെ വരെയുള്ള ഏരിയ എന്ന് പറയുന്നത് നേരെ പകുതി ആയിരിക്കും. ഈ മൊത്തം ഏരിയ നമ്മൾ എടുക്കുന്നില്ല, ജസ്റ്റ് അതിന് നേരെ പകുതി എടുക്കണം. കാരണം ഇത് സിമെട്രിക് ആയതുകൊണ്ട് റൈറ്റ് സൈഡിലേക്ക് എത്ര ഏരിയ ഉണ്ടോ അത്രയും തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് ഉണ്ടാവും. റൈറ്റ്, അപ്പോൾ ഇതിനെ നേരെ പകുതി എടുത്താൽ മതി. അപ്പോൾ 0 to C/2 ഏരിയ എന്ന് പറയുന്നത് 0.9 ആണ് അല്ലെ. ഇനി നമുക്കിത് ടേബിളിലേക്ക് പോവാം. ടേബിളിലേക്ക് പോയി നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം, അതായത് C by, that is phi of C by 2.8 minus 0.5 എന്ന് പറയുന്നതായിരിക്കും ഈ 0.49 എന്ന് പറയാം. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നമുക്കുള്ളത് ഈ പോർഷന്റെ ഏരിയ മാത്രമാണ് നമ്മൾ പറഞ്ഞത്. ഇതാണ് C by 2.8 എന്ന് പറയാം. അപ്പൊ ഈ ഏരിയ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 0.49. അപ്പൊ ഈ ഏരിയ മാത്രമായിട്ട് നമുക്ക് എങ്ങനെ പറയാം? നമ്മൾ -∞ മുതൽ ഇവിടം വരെയുള്ള ഏരിയ കണ്ടുപിടിച്ചാലാണ്, റൈറ്റ്, -∞ മുതൽ ഇവിടം വരെയുള്ള ഏരിയ നമുക്ക് എത്ര കിട്ടുന്നോ അതിൽ നിന്ന് ഇങ്ങോട്ടുള്ള 0.5 ഏരിയ കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ഈ ഏരിയ കിട്ടുക അല്ലെ, ഈ ഏരിയ കിട്ടുക. അപ്പോൾ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഏരിയ എത്രയാണെന്ന് നമ്മൾ നോക്കണം. ഈ ടോട്ടൽ ഏരിയ എത്രയാണെന്ന് നോക്കണം. ഓക്കെ, അവിടുന്ന് ഇത് ഹാഫ് ഏരിയ ആണല്ലോ, അപ്പോൾ ഇത് 0.5 ആയിരിക്കും. ഈ ഏരിയ എന്ന് പറയുന്നത് എപ്പോഴും 0.5 ആയിരിക്കും ഏരിയ എന്ന് പറയാം. അപ്പോൾ ഈ ഏരിയ ആണ് നമുക്ക് ടേബിളിൽ നിന്ന് കിട്ടുക, phi of C by 2.8. അതിൽ നിന്നും ഈ 0.5 കുറയ്ക്കുമ്പോഴാണ് നമുക്ക് ഈ 0.49 എന്ന് പറഞ്ഞ ഏരിയ കിട്ടുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ phi of C by 2.8 എന്ന് പറയാൻ എത്ര കിട്ടും? 0.5 plus 0.49 എന്ന് കിട്ടും. When you add it up, you will get 0.99 എന്ന് കിട്ടും. Right? 0.99 എന്ന് കിട്ടും. 0.99 ഏരിയ വരുന്ന C ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. 0.99 ഏരിയ വരുന്ന C അല്ലെങ്കിൽ C by 2.8 എത്രയാണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എഗെയിൻ നമുക്ക് ടേബിളിലേക്ക് നോക്കണം. ടേബിളിൽ 0.99 ഏരിയ വരുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലെ, അപ്പൊ അത് 2.33 ആണ് നമുക്ക് കിട്ടുക. 2.33. ഓക്കെ, അപ്പൊ 2.33 ആണ് 0.99 ഏരിയ നമുക്ക് കിട്ടുക. റൈറ്റ്, ഓക്കെ, അപ്പൊ ഈ ഏരിയ കിട്ടുന്ന വാല്യൂ നമുക്ക് ടേബിളിൽ നിന്ന് എടുക്കുമ്പോൾ ഈ വാല്യൂ ആണല്ലോ കിട്ടുക. അപ്പോൾ ഈ വാല്യൂ എന്ന് പറയുന്നത് 2.33. ഇത് ഒബ്റ്റെയിൻ ചെയ്യുന്നത് ടേബിളിൽ നിന്നാണ്. ഓൾറൈറ്റ്,
അപ്പോൾ C എന്തായിരിക്കും? So C is going to be 2.33 times 2.8 എന്ന് കിട്ടും. ഓക്കെ, സോ 2. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഈ പറയുന്ന പോലെ, അല്ലെങ്കിൽ സിയുടെ വാല്യൂ 6.524 ആകുമ്പോഴാണ് ഈ കണ്ടീഷൻ ശരിയാവുക. ഇവിടെ ഈ സിയുടെ വാല്യൂ 6.524 ആകുമ്പോഴാണ് 98% ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കിടക്കുക എന്ന് പറയാം. ഓക്കെ, ഓൾറൈറ്റ്. അപ്പോൾ അതാണ് ഡി എന്ന് പറയുന്ന പ്രോബ്ലം. Okay, now there is just one more problem. If 4 trees are independently selected, what is the probability that at least one has a diameter exceeding 10? Okay, അതായത് ഇതൊരു വേറെ തരത്തിൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയുള്ള 4 ട്രീ നമ്മൾ സെലക്ട് ചെയ്യണം, റാൻഡം ആയിട്ട് 4 ട്രീ സെലക്ട് ചെയ്യാണ്. What is the probability that at least one has a diameter exceeding 10? Diameter exceeding 10 ന്റെ പ്രോബിലിറ്റി നമുക്കറിയാമല്ലോ. At least see, diameter exceeding 10 എന്ന് പറയുന്നത് എന്താണ്? Diameter exceeding 10 നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തു. Diameter exceeding 10 ന്റെ പ്രോബിലിറ്റി നമ്മൾ കണ്ടുപിടിച്ചു 0.6664 ആണ്, റൈറ്റ്? അപ്പോൾ ഈ diameter exceeding 10 എന്ന് പറയുന്ന പ്രോബിലിറ്റി, that is P is equal to probability that the diameter exceeding 10 is equal to 0.6664. ഈ പ്രോബിലിറ്റി നമുക്ക് കിട്ടി. അങ്ങനെയുള്ള ഇതാണ്, അതായത് ഒരു ട്രീ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡയമീറ്റർ 10ൽ കൂടുതലാവാനുള്ള പ്രോബിലിറ്റി ആണ് ഈ പറഞ്ഞിരിക്കുക. ഡയമീറ്റർ 10ൽ കൂടുതലാവുക എന്ന് പറയുന്ന ഒരു ഇവന്റ് നമ്മൾ സക്സസ് എന്നായിട്ട് എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, ഡയമീറ്റർ 10 ആയി കഴിഞ്ഞാൽ ആ മരം സക്സസ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു വിചാരിക്കാം. അങ്ങനെ നമ്മൾ എത്ര മരം കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ 4 എണ്ണം കൺസിഡർ ചെയ്യുന്നുണ്ട്, റൈറ്റ്? അപ്പോൾ ഈ ഔട്ട് ഓഫ് 10 trials, right, the probability of a success is 0.6664 എന്ന് കിട്ടും, റൈറ്റ്? അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലം നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യും? ഇതാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം, റൈറ്റ്? അപ്പോൾ ഇത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്, റൈറ്റ്? ഇതാണ് നമ്മുടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് what is the probability that at least one has a diameter exceeding, 4 എണ്ണത്തിൽ ഒരെണ്ണത്തിന്റെ എങ്കിലും ഡയമീറ്റർ കൂടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇവിടെ നമുക്ക് റാൻഡം വേരിയബിൾ y എന്ന് വിളിക്കാം, y. അപ്പോൾ പ്രോബബിലിറ്റി ദാറ്റ് y is at least 4, at least 1, right? അപ്പോൾ ഒരെണ്ണത്തിന്റെ എങ്കിലും കൂടുതലാണ്. അപ്പോൾ y should be greater than 1 എന്നുള്ള പ്രോബബിലിറ്റി ആയി വെച്ചിരിക്കും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ടോട്ടൽ പ്രോബബിലിറ്റി മൈനസ് പ്രോബബിലിറ്റി ദാറ്റ് y is less than 0, അല്ലെ less than 1, അല്ലെങ്കിൽ y is less than 1 എന്ന് കിട്ടും. y less than 1 എന്ന് വെച്ചാൽ എന്ത് മാത്രമേ ഉള്ളൂ, 1 ആവുള്ള പ്രോബബിലിറ്റിയാണ്. സോ 1 മൈനസ് p of y ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, ഇനി ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. p of y is equal to ncy p to the power y q to the power n minus y. ഇതാണ് ഫോർമുല. അപ്പോൾ ഇവിടെ n എന്ന് പറയുന്നത് 4 ആണ്, y എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ 4c0, p എന്ന് പറയുന്നത് 0.6664 to the power y, y 0 ആണ്. q എന്ന് പറയുന്നത് ആക്ച്വലി 1 minus 0.6664 all to the power 4 minus 0. അപ്പോൾ ഇത് കാൽക്കുലേറ്ററിൽ കണ്ടുപിടിച്ചാൽ മതിയോ. ദാറ്റ് ഈസ് 1 minus 4c0 എന്ന് വെച്ചാൽ 1 ആണ്. ഇറ്റ്സ് 1 ടൈംസ് ഇത് 1 ആയി പോകും. പിന്നെ നമുക്ക് കിട്ടുന്നത് 1 minus 0.6664 all to the power 4. ഇത് കാൽക്കുലേറ്ററിൽ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അതാണ് ഈ പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ അവസാനത്തെ ക്വസ്റ്റ്യൻ ആക്ച്വലി ഇതൊരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതിനകത്തുള്ള ഡയമീറ്റർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബബിലിറ്റി എടുക്കാൻ വേണ്ടി മാത്രം നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നേ ഉള്ളൂ. ബാക്കി ഔട്ട് ഓഫ് 4 ഒരെണ്ണത്തിന്റെ എങ്കിലും ഡയമീറ്റർ 10ൽ കൂടുതലാവുക എന്നുള്ളത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യും. അപ്പോൾ അത് നമ്മൾ വേറൊരു റാൻഡം വേരിയബിൾ y എടുത്തിട്ട് ആ yയുടെ രീതിയിൽ വേണം ആ പ്രോബ്ലം നമ്മൾ ചെയ്യാൻ. ഓക്കെ, റൈറ്റ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ക്വസ്റ്റ്യൻ. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ.
ഇവിടെ നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അതിൻ്റെ മ്യൂ മെയിൻ എന്ന് പറയുന്നത് 30 ആണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 5 ആണ്. സോ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഈസ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മെയിൻ മ്യൂ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 5. ഓക്കെ, അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കിട്ടുന്നതിനായിട്ട് ഇസഡ് ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ എന്ന് കൊടുത്താൽ മതി. സോ എക്സ് മൈനസ് 30/5 ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് വേരിയേറ്റ് എന്ന് പറയാം. ഇസഡ് എന്ന് പറയുന്നത് മെയിൻ 0യും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1ഉം ഉള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ഓക്കെ, ഇവിടുത്തെ ഈ രണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ 91st പെർസെൻറ്റൈൽ ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ 6th പെർസെൻറ്റൈൽ ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ്. അപ്പോൾ ഈ അതിന് റിസൾട്ട് ഉണ്ട്. അതായത് 100th പെർസെൻറ്റൈൽ ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഒരു ഈറ്റ ഓഫ് പി എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഇപ്പോൾ ഇവിടെ നമുക്കൊരു ഇപ്പോൾ നമ്മുടെ ഡിസ്ട്രിബ്യൂഷനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിൻ്റെ 91st അല്ലെങ്കിൽ ഒരു 100th പെർസെൻറ്റൈൽ എന്ന് പറയുന്നത് ഒരു പോയിന്റ് ആയിരിക്കും. ഈ പോയിന്റിനാണ് നമ്മൾ ഈറ്റ എന്ന് വിളിച്ചിരിക്കുക, ഈറ്റ ഓഫ് പി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഈ ഈറ്റ ഓഫ് പി ഇവിടം വരെയുള്ള ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നതായിരിക്കും പി എന്ന് പറയും. ഓക്കെ, ഇതിൻ്റെ ഏരിയ ആണ് പി ആയിട്ട് വരും. അപ്പോൾ ഇത്രയും ഏരിയ നമുക്ക് കിട്ടുന്ന ഫ്രം -∞ ടു ഒരു പെർട്ടിക്കുലർ പോയിന്റ് വരെ ഉള്ള ഏരിയ ആയിരിക്കും പി എന്ന് പറയാം. അപ്പോൾ ഈ പോയിന്റിനെയാണ് നമ്മൾ ആ പെർസെൻറ്റൈൽ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ 100th പെർസെൻറ്റൈൽ ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഈറ്റ ഓഫ് പി എന്നാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ദാറ്റ് പി ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ ഈ ഏരിയ ഈ പി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ -∞ ടു ദിസ് പോയിന്റ്. ഈ പോയിന്റ് ആണ് ഈറ്റ ഓഫ് പി. ആ ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി, എഫ് ഓഫ് എക്സ് ഡി എക്സ് ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഓക്കെ, വേറെ തരത്തിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സെയിം ആസ് ദ പ്രോബബിലിറ്റി ദാറ്റ് -∞ ലെസ് ദാൻ എക്സ് ഈസ് ലെസ് ദാൻ മ്യൂ ഓഫ് പി ഈസ് ഈക്വൽ ടു പി. അപ്പോൾ ഈ മ്യൂ ഓഫ് പി ആയിരിക്കും നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫോർമുല. അപ്പോൾ 91st പെർസെൻറ്റൈൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ 100th പെർസെൻറ്റൈൽ എന്ന് പറയുന്നതാണ് 91st പെർസെൻറ്റൈൽ. അപ്പോൾ 100p ഈസ് ഈക്വൽ ടു 91 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഓർ p ഈസ് ഈക്വൽ ടു 0.01 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെഫിനേഷൻ അനുസരിച്ച് ഈ പ്രോബബിലിറ്റി 0.91 ഈസ് ഈക്വൽ ടു -∞ ടു ഈറ്റ ഓഫ് പി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് കിട്ടും. അല്ലെങ്കിൽ ഇറ്റ്സ് എ പ്രോബബിലിറ്റി ദാറ്റ് -∞ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ മ്യൂ ഓഫ് പി 0.91 കിട്ടണം. അതായത് നമ്മുടെ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ ഇവിടെ നമുക്കൊരു പോയിന്റ് ഉണ്ട്. ഓക്കെ, ഈ പോയിന്റ് ഇതിപ്പോൾ എക്സിൻ്റെ കേസാണ് നമ്മൾ പറഞ്ഞിരിക്കുക. നമ്മളത് സ്റ്റാൻഡേർഡ് നോർമൽ കർവിലേക്ക് മാറ്റുന്നു. അപ്പോൾ ഈ മ്യൂ ഓഫ് പി എന്ന് പറയുന്നത് മ്യൂ ഓഫ് പി -30/5 എന്ന് കിട്ടും. ഈ പോയിന്റ് ഞാൻ ഇസഡ് നോട്ട് എന്ന് വിളിച്ചെന്ന് വിചാരിക്കും. ഇതാണ് നമ്മുടെ ഇസഡ് നോട്ട്. ഓക്കെ, അപ്പോൾ ഈ ഇസഡ് നോട്ട് വരെയുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 0.91 ആണ്. റൈറ്റ്, അതായത് ഒരു ഫൈ ഓഫ് ഇസഡ് നോട്ട് എന്ന് പറയുന്നത് എത്ര കിട്ടും? 0.91 കിട്ടും. റൈറ്റ്, ഫൈ ഓഫ് ഇസഡ് നോട്ട് 0.91 കിട്ടും. അതായത് 0.91 ഏരിയ ഉള്ള ഇസഡ് നോട്ട് ടേബിളിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കണം. റൈറ്റ്, 0.91 ഏരിയ ഉള്ള ഇസഡ് നോട്ട് ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടുക. 0.91 ഏരിയ കിട്ടണം. 0.91 ഏറ്റവും അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് 0.9099 ആണ്. എന്ന് പറയുന്നത് 1.34 എന്ന് പറയുന്ന പോയിന്റ് ആണ് നമുക്ക് കിട്ടുക, 1.34. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസഡ് നോട്ട് ഇസ് ഈക്വൽ ടു 1.34 എന്ന് കിട്ടും. റൈറ്റ്, അപ്പോൾ ഈ ഇസഡ് നോട്ട് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? മ്യൂ ഓഫ് പി -30/5 ആണ് 1.34 എന്ന് കിട്ടുക. റൈറ്റ്, അപ്പോൾ ഈറ്റ ഓഫ് പി -30/5 ഈസ് ഈക്വൽ ടു 1.34 എന്ന് കിട്ടും. അതിൽ നിന്ന് നമുക്ക് പെർസെൻറ്റൈൽ, ഇതാണ് പെർസെൻറ്റൈൽ, ഈസ് ഈക്വൽ ടു 5 × 1.34 + 30, അപ്പോൾ 36.7 എന്ന് കിട്ടും. ചുരുക്കി പറഞ്ഞാൽ ഈ ഡിസ്ട്രിബ്യൂഷനിൽ ഇപ്പോൾ ഇവിടെ നമുക്കൊരു 36 എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ടാവും. റൈറ്റ്, 36.7 എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. ഓക്കെ, ഇതിന് താഴേക്കുള്ള ഈ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0.91 ആയിരിക്കും. ഇതാണ് അതിൻ്റെ മെയിൻ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ 91st പെർസെൻറ്റൈൽ എന്ന് പറയുന്നത് 36.7 ആണ്. ഓൾറൈറ്റ്, ഇതുപോലെ തന്നെ നമുക്ക് 6th പെർസെൻറ്റൈലും കണ്ടുപിടിക്കാം. ഞാൻ ഫെർദർ എക്സ്പ്ലനേഷൻ നടത്തുന്നില്ല. 100p ഈസ് ഈക്വൽ ടു 6 എന്ന് കൊടുക്കുക, p ഈക്വൽ ടു 0.6 ആണ്. ഡെഫിനേഷൻ അനുസരിച്ച് 0.06 is equal to p less than -∞ less than x less than mu eta എന്ന് പറയുന്നതിനെ ഇസഡിലേക്ക് കൺവേർട്ട് ചെയ്യാം. സോ ഈറ്റ -30/5 എന്ന് കിട്ടും. അതിനെ ഇസഡ് നോട്ട് എന്ന് വിളിക്കാം. അപ്പോൾ ഫൈ ഓഫ് ഇസഡ് നോട്ട് 0.06 കിട്ടുന്ന ഇസഡ് നോട്ട് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അതൊരു നെഗറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും നമുക്ക് കിട്ടുക. -1.555 എന്ന് കിട്ടും. 0.06 ഏരിയ കിട്ടണം. റൈറ്റ്, 0.06 ഏരിയ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇവിടെയാണ് നമുക്ക് കിട്ടുക 0.06 ഏറ്റവും അടുത്ത വാല്യൂ എന്ന് പറയുന്നത് 0.06 ഏറ്റവും അടുത്ത വാല്യൂ എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിനെയും ഇടയ്ക്ക് ഒരു വാല്യൂ ആയിരിക്കും കിട്ടുക. അപ്പോൾ അത് -1.555 എന്ന് എഴുതാം. -1.55 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ അതാണ് Z0 കിട്ടുക. അതിൽ നിന്ന് നമ്മളത് കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഈറ്റ -30/5 is equal to this one. അത് സിംപ്ലിഫൈ ചെയ്തിട്ട് ഈ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതായിരിക്കും 6th percentile എന്ന് നമ്മൾ പറയാം. ഓക്കെ, ഇതുപോലെ അടുത്ത ഒരു പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. സി പാർട്ട് ആക്ച്വലി ഒരു സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്, വേറെ ഒരു പ്രോബ്ലം തന്നെയാണ്. അതായത് ഇത് എൻ്റയർലി ഡിഫറെൻ്റ് ആണ് ഈ പ്രോബ്ലം. ദ വിഡ്ത്ത് ഓഫ് എ ലൈൻ എച്ച് ഓൺ ആൻ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ചിപ്പ് ഈസ് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ്. അപ്പോൾ ഒരു ലൈനിൻ്റെ വിഡ്ത്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ലൈൻ വിഡ്ത്തിൻ്റെ മീൻ എന്ന് പറയുന്നത് 3 ആണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 0.14 ആണ്. ഓക്കെ, ഏത് വാല്യൂ ആണ് ഇതിനെ 10% separates the widest 10% of all such lines from the other 90%? ഓക്കെ, അതായത് ഈ 90% ഏരിയയും 10% ഏരിയയും തമ്മിൽ ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതേ കോൺസെപ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതാണ് പ്രോബ്ലം. മ്യൂവും സിഗ്മയും തന്നിട്ടുണ്ട്. Z = x - μ/σ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മളൊരു സ്റ്റാൻഡേർഡ് നോർമൽ കർവ് വരച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് 0.1ഉം 0.9ഉം ഏരിയ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടാവും, റൈറ്റ്? അപ്പോൾ ഈ സി എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ടാവും, ഒരു വിഡ്ത്ത് ഉണ്ടാവും. ഈ വിഡ്ത്തിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ഉള്ള പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏരിയ 0.1 ആയിരിക്കണം. ഇതിൽ താഴെ ആവാനുള്ള ഈ വിഡ്ത്തിലും താഴെ ആവാനുള്ള പ്രോബിലിറ്റി 0.9 ആവണം. അപ്പോൾ ആ പോയിന്റ് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം, അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ താഴേക്കുള്ളത് മാത്രം കൺസിഡർ ചെയ്താലും മതി. സോ P of x is less than C is equal to 0.9 എന്ന് എടുക്കുക. ഇതിനെ കംപ്ലീറ്റ് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ x എന്ന് Z ആക്കുക. C എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇവിടുത്തെ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഇതാണ്, x - 3/0.14. അപ്പോൾ ഇവിടെ C സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ C - 3/0.14 എന്ന് കിട്ടും. അപ്പോൾ P of Z is less than C - 3/0.14 equal to 0.9 എന്ന് കിട്ടും. ഓക്കെ, അതായത് ഇതിനെ നമ്മൾ K എന്ന് വിളിച്ചാൽ ഈ വാല്യൂവിനെ K എന്ന് വിളിക്കാം. സോ phi of K equal to 0.9 കിട്ടണം. അപ്പോൾ 0.9 ഏരിയ കിട്ടുന്ന K അതാണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. 0.9 ഏരിയ കിട്ടുന്ന K, റൈറ്റ്? അപ്പോൾ 0.9 ഏരിയ കിട്ടുന്ന K എന്ന് പറയുന്നത് ഇതാണ് ഏറ്റവും അടുത്തുള്ള വാല്യൂ കിട്ടുക, റൈറ്റ്? 1.28 എന്നാണ് നമുക്ക് കിട്ടുക, 1.28. ഓക്കെ, 0.9 ഏറ്റവും അടുത്തുള്ള ഒരു വാല്യൂ ഇതാണ്. അപ്പോൾ അത് 1.28 എന്ന് എടുക്കാം. അപ്പോൾ 1.28 എന്നാണ് K എന്ന് കിട്ടുക, റൈറ്റ്? ഇനി Kക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. K is equal to C - 3/0.14 is equal to 1.28 എന്ന് കിട്ടും. അതിൽ നിന്ന് C കണ്ടുപിടിക്കുക. അപ്പോൾ 3.1792 എന്നൊരു വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ സിയുടെ വാല്യൂ 3.1792 ആണ്. ഓക്കെ, അപ്പോൾ 3.1792 വിഡ്ത്തിൽ താഴേക്കായിരിക്കും 90% ഓഫ് വിഡ്ത്ത് വരിക. ഇതിന് താഴെയായിരിക്കും കൂടുതൽ ലൈൻസിൻ്റെയും വിഡ്ത്ത്, ഇതിലും കുറവായിട്ടായിരിക്കും 90%. ബാക്കി വരുന്ന 3.1792 വിഡ്ത്തുള്ള ലൈനുകൾ എന്ന് പറയുന്നത് 0.1% വരുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ഈ പ്രോബ്ലത്തിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പ്രോബ്ലത്തിനകത്ത് ഒരുവിധപ്പെട്ട നോർമൽ ഡിസ്ട്രിബ്യൂഷനായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ കോൺസെപ്റ്റും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഒരിക്കൽ കൂടി മനസ്സിലാക്കുക, പ്രോബ്ലംസ് എഴുതി തന്നെ ചെയ്ത് നോക്കുക. ഓക്കെ, so let's wind up this session. All right, thank you.